ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നോട്ടെ. അതെ, ഫേസ്ബുക്ക് പേജിൽ പോയി. ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലോ. തിരിച്ചു കിട്ടാൻ വേണ്ടി പരിശ്രമിക്കൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. ഞാൻ അപ്പൊ തന്നെ തിരിച്ചെടുത്തിട്ടില്ലേ സ്പോട്ടില്. പിന്നെ അല്ലാണ്ട് പോട്ടെ. ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതെ, കരിങ്കലിനെക്കാൾ ഉളുപ്പില്ലാത്ത, എന്നെ പിടിച്ച് ഉരച്ചാൽ എനിക്കൊരു തേങ്ങയിൽ അത്രയും ഉളുപ്പും ഇല്ലാത്ത, വിവരം ബോധം പൊക്കണമില്ലാത്ത ഒരുത്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊന്നും വിഷയമേ അല്ല എന്നാണ് രണ പറയുന്നത്. നമ്മുടെ ഷെയ്ക്കിലോട്ട് നമുക്കൊന്ന് പോവാം. ഷെയ്ക്ക് എന്ന് പറയുമ്പോ കണ്ട ഷെയ്ക്ക് കുടിക്കണം. എന്തോന്ന് ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ ഡ്രൈവ്. നീ ആരടി? നീ ആര് ഷെയ്ക്കും ഡ്രൈവും ഒക്കെ ആയിട്ട് പോയി ഷെയ്ക്ക് കുടിക്കാൻ പോണെന്ന്? ഡേയ്, ആർക്കെങ്കിലും പോണേ ഓടിക്കാറ് പോയിക്കോട് ഷെയ്ക്ക് കുടിക്കാനായിട്ട്. ഇപ്പൊ കൊണ്ടു ഷെയ്ക്ക്, പിന്നെ ഒടുക്കത്ത ഷെയ്ക്ക് ആയിരിക്കും. നമ്മുടെ മാനേജറാണ് ഡീൽ ചെയ്യുന്നത് ഷെയ്ക്കിന്റെ റേറ്റ്. എന്നെക്കാളും നീ ഒരു കൂൾ ബാർ ഇടറേ, എന്നിട്ട് അവിടെ കയറി ഇടേ. ഏത് നമ്മളൊരു ജ്യൂസ് ഒക്കെ വിൽക്കുന്ന ജ്യൂസ് കടയെങ്കിലും ഇടും. അവിടെ ഷെയ്ക്ക് അടിക്ക്, രേണുവിന്റെ ഷെയ്ക്ക്, രേണുവിന്റെ ഷെയ്ക്ക്, രേണുവിന്റെ ഷെയ്ക്ക്, രേണുവിന്റെ ഷെയ്ക്ക്. ഈ ഓക്കെ, ഡബിൾ മീനിങ് ആണെന്നൊന്നും പറയില്ല. ഞാൻ നേരെയുള്ള മീനിങ്ങിലാണ് പറഞ്ഞത്. എനിക്ക് കൈ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ കുടയുന്നത്. ഓക്കെ, സന്തോഷായി, നല്ല സന്തോഷമായി. വേറൊന്നും വിശ്വസിക്കല്, വിചാരിക്കാതെ. എന്തായാലും രേണുവിന്റെ ഷെയ്ക്ക് വേണമെന്നുള്ളൊരു രേണുവിനെ കോണ്ടാക്ട് ചെയ്യൂ, ഷെയ്ക്ക് കുടിക്കൂ. ഷെയ്ക്ക് അല്ലേ, എല്ലാവരും ഷെയ്ക്കൂ. എന്നോട് കറങ്ങാനും ഷെയ്ക്ക് കുടിക്കാൻ അങ്ങോട്ട് പൈസ തരണം. അതിന് വേറൊരു പരിപാടി എന്ന് പറയും. പിന്നെ ഇതൊരു കോഡ് ലാംഗ്വേജ് ആണെന്ന് ഏതൊരു പൊട്ടനും ഉദ്ദേശിക്കുന്നവനും മനസ്സിലാവും. അതല്ല ഉദ്ദേശം.